Hello friends, നമുക്ക് സബ്ക്വറി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സബ്ക്വറി എന്ന് വെച്ചാൽ ക്വറി വിത്തിൻ അനദർ ക്വറിയാണ്. അതായത് ഇതിന് രണ്ട് ക്വറികൾ ഉണ്ടാവും, ക്വറിയിലേക്ക് രണ്ട് പാർട്ടുകൾ ഉണ്ടാവും. ഒന്ന് ഔട്ടർ ക്വറി ഉണ്ടാവും, ഒന്ന് ഇന്നർ ക്വറി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി രണ്ട് ടേബിൾസ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് കസ്റ്റമർ ടേബിൾ ഉണ്ട്, രണ്ടാമത്തെ ഓർഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ കസ്റ്റമർ ഐ ഡി നെയിമുള്ള ടേബിളാണ്. ഓക്കെ, അതേപോലെ കസ്റ്റമറുടെ ഓർഡർ നമ്മൾ സേവ് ചെയ്യുന്ന വേറൊരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കസ്റ്റമർ ഐ ഡി റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 2 3 എന്ന കസ്റ്റമർക്ക് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, 1 2 3 ആയിരത്തി ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് സബ്ക്വറിയിലോട്ട് എടുക്കാൻ നോക്കാം. ഓക്കെ, സെലക്ട് സ്റ്റാർ കസ്റ്റമർ ഓർഡേഴ്സ് ഉള്ള അവരുടെ ഡാറ്റയാണ് കിട്ടേണ്ടത്. അപ്പോൾ കസ്റ്റമർ ഐ ഡി നമുക്ക് ഇവിടെ ഇന്നോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് വേണ്ടത്? ഏത് ടേബിളായിട്ട് നോക്കേണ്ടത്? ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടേബിളായിട്ട് അല്ലേ. സെലക്ട് ഫ്രം ഓർഡേഴ്സ്. ഓക്കെ, നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഇതിൽ വെക്കേണ്ടത് കസ്റ്റമർ ഐ ഡി. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും ഇതിന്റെ ഔട്ടർ ക്വറി എന്ന് പറയുന്നത്. ഔട്ടർ ക്വറിയാണ്. ഓക്കെ, ഇതിന്റെ ഇന്നർ ക്വറിയാണ്. ഇന്നർ ക്വറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? കസ്റ്റമർ ഐ ഡി ഓൾറെഡി ഓർഡേഴ്സ് ടേബിളുമായിട്ട് ഉള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. കസ്റ്റമർ ഐ ഡി അരുൺ പ്രകാശ് മനോജ്. ഓക്കെ, ഇതിൽ 1 2 3 എന്ന് പറഞ്ഞുള്ള കസ്റ്റമർ തന്നെയാണ്. നമുക്ക് അരുൺ പ്രകാശ് മനോജ് എന്ന് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരൊക്കെ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ അത് നോക്കാം. നമുക്ക് നോക്കി വെച്ചാൽ ഈ അവസാനത്തെ രണ്ട് കസ്റ്റമർക്കാണ് 4 5. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നോർമൽ സബ് ക്വറീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, സബ്ക്വറി മസ്റ്റ് ബി എൻക്ലോസ്ഡ് ഇൻ ദ പാരന്തസിസ്. അതായത് സബ്ക്വറിക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഓർഡർ ബൈ കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ സബ്ക്വറി. നമുക്കൊന്ന് ശ്രമിച്ചു. ഇവിടെ വെച്ചിട്ട് ഓർഡർ ബൈ കൊടുക്കണം. ഓർഡർ ഐ ഡി ഓർഡർ. ഇപ്പോൾ കണ്ടാറ് വന്നു. അതായത് സബ്ക്വറിയുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഓർഡർ ബൈ ക്ലോസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്, ജനറലി ഫസ്റ്റ് വിൽ എക്സിക്യൂട്ട് ഇന്നർ ക്വറി ആൻഡ് വാല്യൂ പാസസ് ടു ദ ഔട്ടർ ക്വറി. ഓക്കെ, ജനറലി ഇങ്ങനെയുള്ള ഈ നോർമൽ സബ് ക്വറിയിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ ഇന്നർ ക്വറി വർക്ക് ചെയ്യും. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഇന്നർ ക്വറി വർക്ക് ചെയ്യും. ഓക്കെ, ഇന്നർ ക്വറിയിൽ മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡിസ്റ്റിങ്ക്റ്റ് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഇന്നർ ക്വറി വർക്ക് ചെയ്യും.
ഈ ഇന്നർ ക്വറി വർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഇന്നർ ക്വറി ഒരു വട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഈ ഇന്നർ ക്വറിയുടെ ഔട്ട്പുട്ട് നേരെ ഔട്ടർ ക്വറിയിൽ പാസ് ചെയ്യും. അങ്ങനെയാണ് ഈ ക്വറി വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നർ ക്വറിയുടെ റിസൾട്ട് ഔട്ടർ ക്വറിക്ക് പാസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് എന്താണ് കോറിലേറ്റഡ് ക്വറി, കോറിലേറ്റഡ് ക്വറീസ് എന്താണ്? കോറിലേറ്റഡ് ക്വറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഔട്ടർ ക്വറി വിൽ എക്സിക്യൂട്ട് ആൻഡ് എവരി ഔട്ടർ ക്വറി റോ ഇന്നർ ക്വറി വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, നമുക്ക് അതുമായിട്ട് നോക്കാം. അപ്പോൾ ഔട്ടർ ക്വറി എങ്ങനെയാണ് നോക്കുന്നത്? ആദ്യം സെയിം തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓർഡേഴ്സ് വേർ കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റമർ ഐ ഡി is equal to customer dot customer id. ഇവിടെ എന്താ ചെയ്യുന്നത്? ഓർഡർ എന്നുള്ള ടേബിളിൽ കണ്ടീഷൻ വെച്ചു. എന്നിട്ട് ഈ ഓർഡർ ഡോട്ട് കസ്റ്റമർ ഐ ഡി ഈക്വൽ ടു ഈ ഔട്ടർ ക്വറിയിലുള്ള കസ്റ്റമർ ഡോട്ട് കസ്റ്റമർ ഐ ഡി പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ രണ്ട് എക്സാമ്പിൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, റിസൾട്ട് സെയിം ആണ്. ഓക്കെ, റിസൾട്ട് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ സബ് ക്വറി ആണ്, പക്ഷെ ഇത് കോർ റിലേറ്റഡ് സബ് ക്വറി ആണ്. എന്ന് വെച്ചാൽ ഇതിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഔട്ടർ പാർട്ട് ക്വറിയാണ്. ഓക്കെ, എന്നിട്ട് ഓരോ റോ വെച്ചിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് പാരാമീറ്റർ ഇന്നർ ക്വറിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ചെയ്യാച്ചാൽ ഇതിൽ ഇന്നർ ക്വറി ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നർ ക്വറിയിൽ ഔട്ടർ ക്വറിയുടെ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റമർ ഡോട്ട് കസ്റ്റമർ ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് എറർ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നോർമൽ സബ് ക്വറിയിൽ ആദ്യം ഇന്നർ ക്വറി വർക്ക് ചെയ്യും, ആ ഒറ്റ വർക്ക് ചെയ്യുമ്പോൾ അത് ഔട്ടർ ക്വറിക്ക് പാസ് ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. നേരെ മറിച്ച് ഇത് കോറിലേറ്റഡ് ക്വറിയാണ്. കോറിലേറ്റഡ് സബ് ക്വറിയാണ്. എന്താ ചോദിച്ചാൽ ആദ്യം ഔട്ടർ ക്വറി വർക്ക് ചെയ്യും, അതിന് ഇന്നർ ക്വറിക്ക് വേണ്ടിയുള്ള പാരാമീറ്റർ പാസ് ചെയ്യും. അങ്ങനെ ഓരോ റോ വെച്ചിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു. ഓക്കെ, റിസൾട്ട് രണ്ടും സെയിം. ഓക്കെ, ഇതിൽ നമുക്ക് ഓർഡർ ബൈ യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ ക്വറിയിൽ നമുക്ക് ഓർഡർ ബൈ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓർഡർ ബൈ ഓർഡർ ഐ ഡി. ഓക്കെ, ഓർഡർ ബൈ എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ സബ് ക്വറിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഗൈസ്.